ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശം പങ്കുവച്ച ലോകം ഈസ്റ്റർ ആഘോഷിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ എല്ലാം ഉയിർപ്പ് ചടങ്ങുകൾ നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണകളും പുനരുദ്ധാനവുമാണ് ഈസ്റ്റർ ആഘോഷത്തിൻ്റെ കേന്ദ്രബിന്ദു. അവസാന അത്താഴത്തിൻ്റെ പെസഹ വ്യാഴവും കുരിശുമരണത്തിൻ്റെ ദുഃഖവെള്ളിയും കഴിഞ്ഞ് ഉദ്ധാനത്തിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ, വിശുദ്ധ വാരാചരണത്തിൻ്റെ സമാപനം. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കാൽവരിക്കുന്നിൽ നിന്ന് പ്രത്യാശയുടെയും പ്രതീക്ഷകളുടെയും ആകാശത്തിലേക്ക് ഉയർന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതം ലോകത്തിന് നൽകുന്നത് പ്രതിസന്ധികളിൽ തളരരുത് എന്ന മഹത്തായ സന്ദേശം. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ഉയിർപ്പ് ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചേർത്തല മുട്ടമ്പള്ളിയിൽ ശനിയാഴ്ച രാത്രി നടന്ന ഉയിർപ്പ് ചടങ്ങുകൾ ശാബത്തിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയിലേക്ക് വന്നു. പക്ഷേ അവർക്ക് അവനെ അവിടെ കാണുവാൻ സാധിച്ചില്ല. അവനെ കാണാതെ മഗ്ദലേന മറിയവും കൂടെയുള്ള സ്ത്രീകളും സങ്കടത്തിലായിരുന്നു. ഈ സമയം ദൈവത്തിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നറിയാം. അവൻ ഇവിടെ ഇല്ല. താൻ അരുൾ ചെയ്തിരുന്ന പോലെ അവൻ ഉയർത്തപ്പെട്ടു. പ്രദർശനം, വിശുദ്ധ കുർബാന എന്നിവയും നടന്നു. ഫാദർ ജോസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. മുട്ടമ്പള്ളി വികാരി ഫാദർ ആൻഡോ ചേരാതുരുത്തി നേതൃത്വം നൽകി. വിൻ മീഡിയ, ചേർത്തല.